हाँ उधर रखो ऐसा रखो इधर येलो टच है മെറ്റീരിയൽ ഹാർഡാണ് വേറെ കംപ്ലൈന്റോ പാച്ചോ ക്രാക്കോ ഫില്ലിംഗോ ഒന്നും ഇത് 60 രൂപ കൊടുക്കാം 60 രൂപ കൊടുക്കും എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊരു 1300 ഉണ്ട് ഇതോടെ ഉണ്ടാവില്ല അങ്ങനത്തെ വെറൈറ്റീസ് ആണ് ഇതാണ് നമുക്ക് 95 കൊടുക്കാം ഏതാ സാധനം ഇത് മോർവേഡ് 4000 സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉണ്ട് ഏകദേശം ഒരു 9.5 അടി ലെങ്ത്തും ഒരു 5.5 അടി വീതിയുള്ള സാധനമാണ് മോർച്ചാന എന്നുള്ള കല്ല് തന്നെയാണ് ഈ കല്ലിന്റെ വില എത്ര 95 ലൈറ്റ് പക്ക ലൈറ്റ് കളർ 80 രൂപ സെയിം റേറ്റിന് തന്നെ കൊടുക്കാം നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് ആണല്ലോ സാധനം ലൈറ്റ് ആണ് ഒരു ഗ്രീൻ ടച്ചിൽ എത്ര പേരുണ്ടോ 75 വലിപ്പമുള്ളതുകൊണ്ടാണ് ഇതിന്റെ തന്നെ നിങ്ങൾക്ക് 80 രൂപന്റെ ഉണ്ട് 75 രൂപന്റെ ഉണ്ട് മാർബിള് വാങ്ങുന്ന സമയത്ത് ഗ്രാനൈറ്റ് വാങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങാൻ എന്നുള്ളതാണ് കേട്ടോ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റ് ലൈൻ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റിലാട്ടോ. അതായത് നമ്മളെ കോഴിക്കോട് രാമനാട്ടുകര എന്ന കോട്ടിലേക്ക് പോകുന്ന റോട്ടിലാണ് വൈതരങ്ങാടി എന്ന സ്ഥലത്താണ് ഈ വൈറ്റ് ലൈൻ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഉള്ളത്. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇങ്ങോട്ട് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരടുത്ത് ഒരുപാട് വെറൈറ്റി മാർബിളുകൾ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ വേണ്ടി നമ്മളെ കൂടെ അന്നും ഉണ്ടായിരുന്നത് ഷമീർ തന്നെയാണ്, ഇന്നും ഷമീർ തന്നെ ഉള്ളത്. ബാക്കി വിവരങ്ങളെ ഷമീറിനോട് വയ്ക്കാം, നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ട് തന്നെ അവിടെ തുടങ്ങാം. വണ്ടി ഇപ്പോൾ ലോഡ് പോകാനല്ലേ? അത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകാനല്ലേ? അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രീ ആയി വണ്ടി പോയിക്കോട്ടെ. അതുവരെ നമുക്ക് ഫ്രണ്ടിലുള്ള കുറെ കാര്യങ്ങൾ നോക്കാം. ആയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്, നല്ല സൈസുള്ള സാധനങ്ങളും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. പ്രീമിയം കാറ്റഗറി ഇത് മോർവേഡ് വൈറ്റ് തന്നെയാണ്. ഇതിന്റെ ബിഗ് സൈസ് ആണെങ്കിൽ 160 രൂപ റേഞ്ച് വരുന്ന സാധനമാണ്. ഇത് നമ്മളൊരു ചെറിയൊരു സൈസ് ആയതുകൊണ്ട് 110 രൂപ റേഞ്ച് നമുക്ക് കൊടുക്കാൻ കഴിയും. 110 കൊടുക്കാൻ കഴിയും. ഒരു 1500 സ്ക്വയർ ഫീറ്റോളം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇത് രണ്ടും സെയിം ആണോ? 2 സെയിം തന്നെയാണ്. അവിടെ വെക്കാൻ നമ്മൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 2 സ്ഥലത്തായിട്ട് വെച്ചതാണ്. ഇതൊരു 4000 സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉണ്ട്. ഏകദേശം ഒരു 9.5 അടി ലെങ്ത്തും ഒരു 5.5 അടി വീതിയുള്ള സാധനമാണ്. ഒരു 155 റേഞ്ചിൽ നമുക്ക് സാധനം ഡെലിവറി കൊടുക്കാം. പിന്നെ നിങ്ങളിപ്പോഴും ലേബേഴ്സിനെ കൊടുക്കുന്നുണ്ടോ? അത് വിരിക്കാൻ നല്ല ലേബേഴ്സിന് നമ്മൾ കൊടുക്കും. അവർക്ക് ആളുകൾ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കും. കമ്പനി വർക്കേഴ്സിന് നമ്മൾ ഇവിടുന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമിന് അടുത്ത് വർക്കേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാക്സിമം അവർ വർക്കേഴ്സിനെ കൊണ്ടുവന്നാണ്ട് സെലക്ട് ചെയ്ത് നോക്കിയിട്ട് ക്രാക്കോ ഫില്ലിങ്ങോ ഒന്നും ഇല്ലാത്തത് നോക്കിയിട്ട് എടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് നോക്കാം. കഴിയുന്നതും നമ്മൾ തന്നെ പറഞ്ഞിട്ട് അതിന്റെ പൊസിഷനും ക്രാക്ക് ഉണ്ട് ഫില്ലിംഗ് ഉണ്ട് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ. അവരെ കോണ്ടാക്ട് എടുക്കുന്നതോ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ അവരെ വർക്ക് എടുക്കുന്ന വർക്കേഴ്സിനെ കൊണ്ടുവന്നിട്ട് നോക്കാൻ കഴിയുകയാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റ് ആകുമ്പോ നമ്മൾ അടിയിൽ പ്രൈമർ ജോയിന്റിൽ ഗമ്മ് അപ്പോക്സി കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്യണം. അപ്പോഴേ ആ വൈറ്റ് കളർ കിട്ടുള്ളൂ. അടിയിൽ സിമെന്റിന്റെ കളർ ആണെങ്കിൽ അത് കിട്ടൂല. ഇതിന്റെ അടി ഇത് കണ്ടില്ലേ, ചെറിയ നയല് കണ്ടില്ലേ? നമ്മളിപ്പോ ലിനന്റെ വൈറ്റ് ഷർട്ട് ഇടുമ്പോ അടിയിൽ പനിയിട്ടാലോ അതിന്റെ ഉതിപ്പിട്ട്. ഇപ്പൊ ഞാൻ വൈറ്റ് ഷർട്ട് ഇട്ടു, അടിയിൽ പനിയിട്ടോണ്ടാണ് അതിന്റെ ഉതിപ്പ് കിട്ടുന്നത്. അതേമാതിരി ഇതിന്റെ അടിയിൽ പ്രൈമറും വൈറ്റ് സിമെന്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ബ്രൈറ്റ്നെസ്. ഇതിന്റെ മുകളിൽ ഫുൾ പോളിഷും ചെയ്യണം, നല്ല കല്ലുപയോഗിച്ച് ചെയ്യണം, എന്നാലും അതിന്റെ കറക്റ്റ് ഫിനിഷിങ് കിട്ടും. ഈ മാർബിൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇവര് പറഞ്ഞു തരും. ഇനി അതല്ല, നിങ്ങളെ കൂടെ മാർബിളിനെ പറ്റിയോ അല്ലെങ്കിൽ വിരിക്കുന്ന അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. കസ്റ്റമേഴ്സിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് വന്ന് ചോദിക്കാം. എന്തുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ് കറക്റ്റാക്കി. അപ്പൊ ഷമീർ ചെറിയ പ്രായമാണെങ്കിലും ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മാർബിളിന്റെ കാര്യത്തില്. അപ്പൊ മാർബിള് ഗ്രാനൈറ്റ് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചു ചോദിക്കാലോ. ഇനിയിപ്പോ നിങ്ങൾ വാങ്ങാൻ വരുന്നില്ലെങ്കിലും ഷമീറിനെ വിളിക്കാം, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. മോർച്ചാന വൈറ്റ് അടിപൊളി സാധനമാണല്ലേ? അടിപൊളി സാധനമാണ്. ക്രാക്കോ ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ള് ഫ്രഷ് ആണ്. സിമിലർ അത് എനിക്കറിയാം, ഏറ്റവും ഫ്രഷ് സാധനങ്ങളായിരിക്കും ഫ്രണ്ടില് വെക്കുക. അത് നമ്മള് നല്ല എല്ലാ ഷോപ്പുകാരും ചെയ്യുന്നതാണ്. ഫ്രണ്ടിൽ വെക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ളതും അത്രയും നല്ല ബ്ലോക്കുകളാവും വെക്കുക. കാരണം പോണ വഴിക്ക് ആളുകളെ ആകർഷിച്ച് കയറണമെങ്കിൽ അങ്ങനെയാണല്ലോ. എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് ഇതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്നത്? അതായത് പണി കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലേസിംഗ് ഉണ്ടാവും അല്ലെ? ഈ ഒരു ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, അത് വേറെ ഏതാ വൈറ്റ്? വേറെ ഇത് മോർവേഡ് വൈറ്റ്. ഇതേതാ മോർവേഡോ? മോർവേഡ് വൈറ്റ് അല്ലേ? ഇതൊക്കെ റേറ്റ് പരമാവധി നമുക്ക് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ വന്നോട്ടെ, അവരെ നമ്മൾ വിടൂല. ഓൾക്ക് സാധനം മനസ്സിന് റാത്തായിട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ സാധനം എടുത്തിട്ടേ പോളൂ. പരമാവധി നമ്മളെ കൊണ്ടാകുന്ന നെറ്റാക്കി നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ വന്ന് കണ്ടോട്ടെ, പരമാവധി നമ്മൾ ചെയ്തു. ഈ ഒരു കല്ല് തന്നെ ഇതിലും കുറഞ്ഞതും ഇല്ല ഇവിടെ? ഇതിന്റെ സെയിം സാധനം തന്നെ നമുക്ക് 95 റുപ്യന്റെ. നമ്മൾ എത്ര കൊടുക്കണേ? ഇത് നമ്മൾ കൊടുക്കുന്നത് 165 സെയിം കല്ല് തന്നെ. മോർച്ചാൻ്റെത്
95 വരുന്നത്. 95 രൂപ തന്നെയാണ്. അതേ കല്ല് മോർച്ചാന തന്നെ അതേ കല്ല് തന്നെയാണ്. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ മാറ്റണ്ടല്ലോ. അതേമാതിരി ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കല്ല് മോർച്ചാന എന്നുള്ള കല്ല് തന്നെയാണ്. ഈ കല്ലിന് വില എത്ര? 95. അപ്പോൾ വന്നോട്ട റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചില ആൾക്കാർ മോർച്ചാന എനിക്ക് 95 അവിടെ കിട്ടി, 150. പേരോണ്ട് കല്ല് വില എടുത്തിട്ട് കാര്യമില്ല. കല്ലിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ പൊസിഷന് ഫില്ലിംഗ് ഉണ്ടാവും, ക്രാക്ക് ഉണ്ടാവും. ചിലപ്പോ എന്താ വെച്ചാൽ ഫ്രണ്ട് വെച്ച പീസ് മാതിരി ആയിക്കോളല്ല ഉള്ളിലേക്ക് പോകുമ്പോ ഉണ്ടാകുക. ചിലപ്പോ ബ്ലാക്ക് കൂടുതൽ ഉണ്ടാകുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം. അതേ മോർച്ചാന വൈറ്റ് വരുന്ന സാധനം തന്നെ സെയിം 95ന്റെ സാധനം അതാ. 95 ഇതും 95 വരുന്ന മോർച്ചാന വൈറ്റ് തന്നെയാണ്. അപ്പൊ നമ്മള് മാർബിള് വാങ്ങുന്ന സമയത്ത്, ഗ്രാനൈറ്റ് വാങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങാൻ എന്നുള്ളതാണ് കേട്ടോ. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം ഇതിന്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നുള്ളത് വാങ്ങിക്കൊണ്ടുവന്ന് അവർക്കേ അറിയുള്ളൂ. ഇതിന്റെ എന്തുകൊണ്ടാണ് വില കുറയുന്നുള്ളത്. ഇപ്പൊ 165ന്റെ സാധനം അതേ സാധനം തന്നെ, സെയിം കല്ല് തന്നെ 95നും സാധനം ഉണ്ട്. അതിലും കുറച്ചും കൊടുക്കും, അതിലും കുറച്ചും തരാം. പിന്നെ സ്റ്റോക്ക് കുറവാണെങ്കിൽ വീണ്ടും കുറയും അല്ലേ. ഇപ്പൊ 500ന്റെ താഴെ അല്ല 600 വരികയാണെങ്കിൽ പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ അവരെ അളവ് കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊരു ടീം ഉണ്ടാവും. ഡൈനാൾ സിറ്റ് ഔട്ട്, സ്റ്റെയർ കേസ് ഒരേ സാധനം ചെയ്തിട്ട് റൂമുകളിലേക്ക് മാച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി റേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. മാർബിൾ വാങ്ങുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു 400 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഹാളിലേക്കും സിറ്റ് ഔട്ടിലേക്കും വന്നു വിചാരിക്കാം. പിന്നെ വരുന്നത് റൂമിലേക്കുള്ളത്, അങ്ങനെ സെപ്പറേറ്റ് ചെറിയ ഡിസൈൻ വ്യത്യാസത്തിൽ ചെറിയൊരു വേരിയേഷൻ വന്ന് വാങ്ങുന്ന സമയത്ത് കാണുമ്പോൾ എല്ലാം ഒരേ കളർ കിട്ടും. അപ്പൊ അങ്ങനെ വാങ്ങുന്ന സമയത്ത് നല്ലൊരു പ്രൈസിൽ മാറ്റം ഉണ്ടാവും. ഒരു 50-60 രൂപ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാർബിൾ തന്നെ കിട്ടി. ടൊറിൻഡോ എന്ന് പറഞ്ഞ സാധനം. ഇത് വിലയും കുറവാണല്ലോ. ഇതെന്ത് വില വരുന്നുണ്ട്? 70 രൂപ അറേഞ്ച് കൊടുക്കല്ലേ. പിന്നെ നമ്മളെ ഡെലിവറിന്റെ കാര്യം എങ്ങനെയാണ് കൊടുക്കുന്നത്? 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ സൈറ്റിൽ നമ്മള് വണ്ടി സൈറ്റിൽ കേരള സൈറ്റിൽ 1000 അതിന്റെ മുകളിലുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന സംഗതി, അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യുന്ന സംഗതി, അഡീഷണൽ ആയിട്ട് വരുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000ന്റെ മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ എത്തിച്ചേരുള്ളൂ. പിന്നെ അഡീഷണൽ വരുന്നത് എന്താ വെച്ചാൽ ഡ്രൈവറെ 10 പൈസ, ഇറക്കാൻ ആള് വേണമെങ്കിൽ ഇറക്കുന്ന ഒരു പൈസയും വരും. അഡീഷണൽ ആയിട്ട് തന്നെ വരുന്നതാണ്. ഒരു ഇറ്റാലിയൻ പാറ്റേൺ ഡിസൈൻ വരുന്ന സാധനമാണ്. ഫുൾ ഫ്രഷ് ആണ്. എന്ത് വില വരുന്നുണ്ട്? ഇതാണ് ഒരു 155 റേഞ്ച്. 150. ഇനി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവും? നമ്മൾ ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമല്ലേ. അപ്പൊ റേറ്റിന് നമ്മളെ ഷമീറിനെ കണ്ടാൽ മതി. ഷമീർ മാക്സിമം ഡിസ്കൗണ്ട് ആക്കി തരും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കണ്ടു വാങ്ങാന്നുള്ളതാണ്. അല്ലാതെ ആദ്യത്തെ മാർബിളിന്റെ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ സാധനം ഇഷ്ടപ്പെടലാണ്. റേറ്റ് രണ്ടാമതാണ്. ആദ്യം മനസ്സിന് ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ആളുകൾക്ക് സാധനം ഏതാ ഇഷ്ടപ്പെട്ട് ഒരു 5 ലോട്ട് സെലക്ട് ചെയ്യട്ടെ. അതിന്റെ ഫൈനൽ റേറ്റ് നമ്മൾ കൊടുക്കില്ല. വേറൊരു കോമഡി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണെങ്കിൽ എന്റെ കൂടെ വരുന്ന ആരോ, അതായത് പണിക്കാരനാവാം, അല്ല ഇതിനെപ്പറ്റി അറിയുന്ന ആളാവാം, എന്റെ ബന്ധുക്കളാവാം. അപ്പൊ അവരോട് പറയും എനിക്കിത് ഇഷ്ടപ്പെട്ടാറുണ്ടെങ്കിൽ അവർ പറയും ഇതിനെക്കാട്ടി നല്ല അതാണെന്ന് പറഞ്ഞിട്ട്. അധികം മാർബിളിന്റെ കേസിൽ ഞാൻ പലർക്കും കണ്ടെന്ന് അറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ മാർബിളിന്റെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നല്ലത് വീട്ടില് മാർബിൾ കൊണ്ടുപോയി അൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതാണ് ഇനിയിപ്പോ ഈ ഇത് എടുത്തത് ഇത് പോലല്ലോ, എത്ര കൊടുത്തറിയോ? 100 രൂപ കൊടുത്തറിയുമ്പോ ഇത് ഞാൻ 60 വാങ്ങി തരൂലേ, അതൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ കണക്കൂട്ടിയിട്ട് കാര്യമില്ല. ആർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ടതാണോ, നമ്മൾ റേറ്റ് കുറവുണ്ടോ അന്വേഷിച്ചിട്ട് കുറവുണ്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ എന്താ പറയാറ്, നിങ്ങൾ അറിയുന്ന പരിചയത്തിലുള്ള ആളുകൾ, നിങ്ങളെ കുടുംബക്കാര്, നിങ്ങളെ നാട്ടുകാരൊക്കെ ഷോപ്പുകളുടെ അവിടെ പോയി നിങ്ങൾ അന്വേഷിച്ച് നോക്കി ഏറ്റവും പ്രൈസ് കുറച്ച് വാങ്ങാൻ നോക്കുക. എന്നിട്ട് അതിലും കുറവുണ്ട് ഇവിടെ തോന്നുകയാണെങ്കിൽ മാത്രമായി ഇവിടെ വരാൻ. കാരണം എപ്പോഴും ആണ് ഏറ്റവും ഫ്രഷ് സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും. അത്രയും നല്ല സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ കല്ലിന് അതിന്റെ പൊസിഷനും കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ഇത് 105 രൂപയാണ്. സൈസ് ലാസം വലിപ്പമുള്ളതുകൊണ്ടാണ്. ഇതിന്റെ തന്നെ നിങ്ങൾക്ക് 80 രൂപന്റെ ഉണ്ട്, 75 രൂപന്റെ ഉണ്ട്. ഇത് 80 രൂപ സെയിം സാധനം തന്നെ, ലാസം ചെറിയ സൈസായി, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് 80, അതിന് 105. ഇതിന്റെ ഒരു മൂത്താപ്പന്റെ മോനായിട്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് വിരിച്ചു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ പാറ്റേൺ ഡിസൈൻ ആണ്. നല്ല മെറ്റീരിയൽ ആണ്. ഇതേ ടൈപ്പിൽ നമ്മുടെ ഒരു 3-4 ബ്ലോക്ക് ഉണ്ട്. ഒരു 115 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഗോൾഡൻ മോർച്ചാന അല്ലേ? ഇത് അത് ബ്ലേഡിന്റെ കറാണ്. ഇത് പോളിഷ് ഷീറ്റ് ഇപ്പൊ തന്നെ ഡയമണ്ട് ആയിട്ട് വരുന്നതാണ്. 60 രൂപ കൊടുക്കാം. 60 രൂപ കൊടുക്കും. ഇതെന്താ വൈറ്റ്? നല്ലൊരു വൈറ്റ് ആണല്ലോ. നല്ല മോർച്ചന വൈറ്റിൽ വരുന്നതാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 125 ഫൈനൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. 125 അല്ലേ മോർച്ചാന വൈറ്റ്? അടിപൊളി ആയിട്ട് അല്ലേ? ഓക്കെ. ബിഗ് സൈസ്
സൈസ് വലിയ സൈസാണ്. എത്ര പേരുണ്ടോ? 75. ഇതും GT പാരഡൈസ്. അതെന്താ പാരഡൈസ്? പാരഡൈസ് അല്ലേ? ഇതൊക്കെ ഹാർഡാണ്, നല്ല ഹാർഡ്, നല്ല കല്ലാണ്. GTന്റെ കല്ല് പൊതുവെ നല്ല ഹാർഡായിരിക്കും. GT തന്നെ സോഫ്റ്റ് മെറ്റീരിയലും വരുന്നുണ്ടല്ലേ? അതൊരു 60-65 റുപ്യ റേഞ്ചിലുണ്ട്. 75 റുപ്യ GT നല്ല മെറ്റീരിയലാണ്. പാരഡൈസ് GT ആണ്. ഇതെന്താ വില? 75 തന്നെ. 75 തന്നെ. അപ്പൊ GTയിൽ നല്ല കല്ല് 75 റുപ്യ കിട്ടൂലേ? 75. വൈറ്റിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നത്. വൈറ്റാണ് ആളുകൾക്ക് താല്പര്യം. പിന്നെ അത് അതേമാതിരിയുള്ള ഇതൊക്കെ നമുക്ക് 110 റുപ്യ റേഞ്ചിൽ ലാസ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ്. 110 കൊടുക്കാൻ പറ്റിയ ഫോർവേഡ് വൈറ്റിൽ വരുന്നതാണ്. ഇറ്റാലിയൻ ഫിഗർ ആയിട്ട് വരുന്ന സെയിം റേറ്റിന് തന്നെ കൊടുക്കാം നമുക്ക്. കുറച്ചും കൂടി ലൈറ്റ് ആണല്ലോ സാധനം. ലൈറ്റ് ആണ്, ഒരു ഗ്രീൻ ടച്ചിൽ ലൈറ്റ് പിസ്ത ഗ്രീന്. 110 തന്നെ കൊടുക്കാം. 110 തന്നെ കൊടുക്കാം. ഓക്കെ. മോർച്ചാന അത് കുറച്ച് ഉണ്ടാവും, വില ഉണ്ടാവും അല്ലേ? 98 റുപ്യ കൊടുക്കാം. 98. ഓക്കെ. ഇതെന്താ വില ഉണ്ടാവും? ഇത് 95 കൊടുക്കാം. 95 അല്ലേ? ഓക്കെ. ഇത് മോർച്ചാനില് ഒരു ബീച്ച് കളറായിട്ട് ബിസ്ക്കറ്റ് കളറൊക്കെ ആയിട്ട് വരുന്ന സാധനം. ഓക്കെ. ഒരു ലൈറ്റ് സാധനം 110 റുപ്യ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് സാധനം ഇറങ്ങാണ്ടല്ലേ? ഇനി വേറെ ഏതാണ്? അതിന്റെ തന്നെ ബിഗ് സൈസ് ആണ്. അതൊക്കെ നമുക്ക് കുറച്ചും കൂടി റേറ്റ് കൂടുന്നുള്ളൂ പരാതി ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതെന്റെ വലിയ സൈസ് അല്ലേ? അതിന്റെ വലിയ സൈസ് ആണ്, കുറച്ചുകൂടി ലൈറ്റ് ആയി. ഓക്കെ. ഇതാണ് നമുക്ക് 95 കൊടുക്കാം. ഏതാ സാധനം? ഇത് മോർവേഡ് വൈറ്റ്, ഒരു 4500 സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉണ്ട്. ഓപ്പർ പ്രൈസ്. ഗാൻസോ സൈസ്. ഇത് 115. നമുക്ക് ഒരു വരികയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും നമ്മൾ. ഇതിലാ വരുന്നത്? ഇത് മോർവേഡ് അല്ലേ? എത്ര? 115. ബിഗ് സൈസ് ഗോൾഡ് മോർച്ചനമാണെങ്കിലൊക്കെ റേറ്റ് പ്രശ്നമില്ലാത്ത ആളുകൾക്ക് അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നല്ല സൂപ്പർ സാധനങ്ങൾ. ജോയിന്റ് ഒക്കെ വളരെ കുറഞ്ഞു കിട്ടും. അത്യാവശ്യം സൈസ് ഉള്ള നമുക്ക് നല്ല ഫ്രഷ് പീസാണ്. 115 റുപ്യ റേറ്റ്. ക്രോസ് അല്ലേ? ക്രോസ്. ഇതിന്റെ സ്ട്രൈറ്റ് വരുന്നുണ്ടല്ലോ? സ്ട്രൈറ്റ് ഉണ്ട്, അവിടെ ഉണ്ട്. മോർവേഡിലെ ഫ്രഷ് ആണ്. മെറ്റീരിയൽ ഹാർഡാണ്. വേറെ കംപ്ലൈന്റോ പാച്ചോ ക്രാക്കോ ഫില്ലിങ്ങോ ഒന്നുമില്ല. നല്ല വൈറ്റ് ആണ്. നല്ല ക്ലിയർ സാധനം. പുതിയ വന്നതാണ്. റേറ്റ് നമുക്കൊന്ന് നോക്കേണ്ടി. പരമാവധി നമുക്ക് റേറ്റ് ചെയ്യാം. അഗ്രിയല് ഇത്രയും നല്ല വൈറ്റ്നസ് ഉള്ള സാധനമാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിൽ ഗ്രെയിൻസ് കാര്യങ്ങള് ഗ്രീന് ഗ്രേ കളറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിലുള്ള വൈറ്റ് എന്ന് പറഞ്ഞാൽ പക്ക മിൽക്കി വൈറ്റ് ആണ്. ബാക്കിയുള്ളതിലൊക്കെ ഒരു ഓഫ് വൈറ്റ് സൂപ്പർ വൈറ്റ് മുഖ്യ വൈറ്റ് ഉണ്ടാകുക. ഈ അഗ്രിയന്റെ പ്രത്യേകത ഇതിലുള്ള വൈറ്റ് തൂ വെള്ളമാണ്. സെയിം തന്നെയാണ് അല്ലേ? ഒരേ കല്ലല്ലേ? നമ്മളിപ്പോ 90 റുപ്യന്റെ സാധനം കാണിച്ചത്. ഇത് അതിന് കുറച്ച് ക്വാളിറ്റി കൂടിയതാണ്. ഇതാണ് ഒരു 125 നമുക്ക് ഫൈനൽ റേറ്റ്. ഡാർക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫ്ലോറിലേക്ക് യൂസ് ചെയ്യാം. പെയിന്റിംഗ് ഒക്കെ ലൈറ്റ് കളർ ചെയ്താൽ നല്ല ഭംഗിയുള്ള കല്ലാണ്. പിന്നെ ഗ്ലേസിങ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കല്ലാണ്. ഗോൾഡൻ മോർച്ചന് നമുക്ക് ഫൈനൽ 80 റുപ്യക്ക് കൊടുക്കാം. 80 റുപ്യ കൊടുക്കാം. ഓക്കെ. അപ്പം ഗോൾഡൻ മോർച്ച ലൈറ്റ് പക്ക ലൈറ്റ് കളർ 80 റുപ്യക്ക്. 60 റുപ്യ മുതൽ ഗോൾഡൻ മോർച്ചാനല്ലേ? ഉണ്ട്. ഇതിൽ ചെറിയ മൈനർ ആയിട്ട് വാട്ടർ ലൈൻ ഉണ്ടാവും. അതാണ് ഇതില് ഇപ്പൊ വീഡിയോയിൽ കാണണ്ട. ഈ സാധനല്ലേ? കാണൂല. ലൈറ്റ് ആയിട്ടേ വരുന്നുള്ളൂ. അറിയൂല അങ്ങനെ. ലൈറ്റ് ആയിട്ട് എന്താ വീഡിയോയിൽ കാണാൻ കാട്ടി നല്ല ആളുകൾ ഇവിടെ വന്നിട്ട് നോക്കണതാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് ഏത് സാധനം വാങ്ങുകയാണെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കേണ്ട കേസല്ല, വന്ന് നോക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഏത് കല്ല് നോക്കിയാലും അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടുവരുന്ന ആളുകളായാലും ഏത് ആളുകളായാലും ഏതൊരു കസ്റ്റമർ ആയാലും നമ്മൾ ഈ തപ്പിയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഈ ലോട്ടിൽ ഇനി 10 പീസ് കഴിഞ്ഞാൽ 11ാമത്തെ പീസിന് ഇങ്ങനെ പ്രശ്നമുണ്ട്. ഈ ബാക്കിലെ പീസിനാണെന്ന് വെച്ചാൽ ബാക്കിൽ 10 പീസിന് ഇങ്ങനെ പ്രശ്നമുണ്ട്. എല്ലാ ഫ്രഷ് ആ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഒരു കാരണവശാലും മാർബിൾ എടുക്കാൻ വരുന്ന ആൾക്കാർ കലാകാലവും നമ്മൾ ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. മാർബിൾ പെയിന്റ് അടിക്കുന്നതിന് മാറ്റി ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോ നമ്മളൊരു വിശ്വസിച്ചിട്ട് ആൾക്കാർ വിശ്വസിച്ച് വരുന്ന ആളുകളാണ് വീഡിയോയിൽ വരുന്നത്. അതൊരു വിശ്വാസവഞ്ചനായി മാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മൾ വിശ്വസിച്ചാണ് വരുന്നത്. അതന്നെ അതുണ്ടാവുന്ന വെച്ചിട്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് അവർക്ക്. ഇന്നെ കംപ്ലൈന്റ് വേണമെങ്കിൽ എടുത്താൽ മതി. നേരെ വന്ന് ഇന്നെ കണ്ടാൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കാൻ. അപ്പൊ മാർബിൾ എടുക്കാൻ വരുന്ന സമയത്ത് ഷമീറിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഷമീർ അധികം ഫോൺ എടുക്കൽ കുറവാണ്. ഫോൺ ഉണ്ടാവില്ല, കയ്യിൽ തന്നെ വന്ന് ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഷമീർ ഇവിടെ ഉണ്ടാവും. അപ്പൊ അതും കൂടി കൂടെ പറഞ്ഞല്ലോ. ഞാൻ വിളിച്ചാൽ തന്നെ അധികം കിട്ടാറില്ല. അതുകൊണ്ട് അങ്ങനെ വന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്താക്കുക വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചു നോക്കി മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എടുക്കുകയും ചെയ്യാം അല്ലേ? ഇതേതാണ് ഐറ്റം? ഇത് മോർവേഡില് പ്രീമിയം വരുന്നതാണ്. ഓക്കെ. ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഈ ഇതിലുള്ള പഞ്ചസാരമായിട്ടുള്ള ക്രിസ്റ്റൽ ഉണ്ടോ, വളരെ നൈസ് ആണ്. നൈസ് ആകുന്നതനുസരിച്ച് റേറ്റ് കൂടും. അപ്പോഴാണ് ഇത് പ്രീമിയം ആവുന്നത്. റയർ ആയിട്ട് കിട്ടുന്ന കല്ലാണ്. അതേമാതിരി റയർ ആയിട്ട് കിട്ടുന്ന കല്ലാണ് ഇത്. ഇത് മോർവേഡ് ആണ്. ഇത് മോർച്ചാനാണ്.
രണ്ടും ഡിമാൻഡുള്ള സാധനം തന്നെ അല്ലേ? ഡിമാൻഡുള്ള സാധനം. ഇതും പ്രീമിയം ആണ്. ഇത് സ്ട്രൈറ്റ് ലൈന് പക്ക വൈറ്റുള്ള നല്ല സൂപ്പർ സാധനം. ഫില്ലിംഗ് ഇല്ല, ഫുൾ ഫ്ലഷ് സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒറ്റ ലോട്ടാണ്. ഇതിന്റെ സൈഡ് കണ്ടാൽ മനസ്സിലാവും ഒരേ ഫിഗറാണ്. വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല വൃത്തിയുള്ള സാധനമാണ്. അതുപോലെ തന്നെ മോർച്ചാലിന് വൈറ്റ് വരുന്നതാണ് ഇത്. അത് ഇതിലെ ഇത് നല്ല മെറ്റീരിയൽ ആണ്. ഓക്കെ, നല്ല ഫ്രഷ് ആണ്. വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒരു 125 റുപ്യ റേഞ്ചിൽ നമുക്ക് ഫൈനൽ കൊടുക്കും ചെയ്യാം. 125 കൊടുക്കാൻ പറ്റില്ല. ഇതുണ്ട്. ഇതൊരു 100 റുപ്യ റേഞ്ചിൽ വൈറ്റ് കൊടുക്കാൻ പറ്റും. 100 റുപ്യ റേഞ്ചിൽ അല്ലേ? വെള്ളം ഒഴിക്കണ്ടേ? ആ, വെള്ളം ഒഴിച്ചാൽ അതിന്റെ ഫിനിഷിങ് ഇതൊക്കെ അറേഞ്ച് ഒരേ ഐറ്റം അല്ലേ? ഓക്കെ. ഇതിന്റെ സെയിം തന്നെ ഇപ്പൊ നമ്മൾ 115 പറഞ്ഞല്ലോ. ഓക്കെ. അതിന്റെ കല്ല് തന്നെ 100 റുപ്യ പല റേഞ്ചിലുണ്ട്. ഏത് വേണമെങ്കിലും ഉണ്ട് അല്ലേ? ഇതിന്റെ 70 റുപ്യക്ക് സാവർ. ഓക്കെ, 70 റുപ്യക്ക് സാവർ. ഓക്കെ. സാവർ 70 റുപ്യ കൊടുക്കും. ഇത് ഗോൾഡൻ മോർച്ച. എന്താ ഇത് 90 റുപ്യ. 90 റുപ്യക്ക് വെള്ളം ഇടണോ? വയ്ക്കണം. വെള്ളം ഒഴിച്ചാലാണ് അതിന്റെ ആ ഫിനിഷിങ് നമുക്ക്. ഓക്കെ, ഓക്കെ. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല മാറ്റം കേട്ടോ. ഓക്കെ, 90 രൂപ കൊടുക്കാം. മോർച്ചാനല്ലേ? ഒക്കെ റേറ്റ് നമ്മൾ പരമാവധി ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ മോർച്ചാനൊക്കെ നമ്മുടെ അടുത്ത് വളരെ ഇതൊക്കെ ഏത് റേറ്റിന് കൊടുക്കാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പരമാവധി ചെയ്യാം. നമുക്ക് റേറ്റ് ചെയ്യാം. ആളുകൾ പറ്റാം. നമുക്ക് പരമാവധി ചെയ്യാം. അപ്പം ധൈര്യമായിട്ട് വന്നോട്ടെ. ഇത് ഏതാണ്? ഇത് അഗ്രിയ വൈറ്റ് ആണ്. നല്ല വൈറ്റ്നസ് ഉള്ള കല്ലാണ്. വെള്ളക്കണ്ടേ? ഇത് സ്പോട്ട് വൈറ്റ് പറഞ്ഞിട്ടാണ് ചിലവര് പറയാ. ഇതിന്റെ തന്നെ സ്പോട്ട് ഉണ്ട്. ഇത് സ്പോട്ട് അല്ല, ഇത് അഗ്രിയാണ്. ഇതൊരു 110 റുപ്യ റേഞ്ച് വരും. നല്ല കല്ലാണ്. നല്ല വൈറ്റ്നസ് ഉള്ള നല്ല ഫ്രഷ് ലോട്ടാണ്. ഇതാണ് നമുക്ക് അഗ്രിയ തന്നെ നമുക്ക് 100 റുപ്യക്ക് കൊടുക്കാം. 100 രൂപ കൊടുക്കാൻ പറ്റും? 100 റുപ്യക്ക്. ഓക്കെ. ഇത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അല്ലേ? സ്റ്റോക്കും ഉണ്ട്. ഓക്കെ. പിന്നെ ഏതാ? ഇത് ഏതായിരുന്നു? അത് നമ്മൾ കാണിച്ചാണല്ലേ? അതൊക്കെ കാണിച്ചാണ്. അരുണയിലുണ്ട്. അരുണയില് ഇത് കാണിച്ചില്ലല്ലേ? ഇത് അരുണന്റെ ഇങ്ങനത്തെ ഡിസൈൻ വരാറില്ലല്ലോ? ഇല്ല, അത് ഒരു വെറൈറ്റി ടൈപ്പിൽ വരുന്നതാണ്. സ്ട്രൈറ്റ് അല്ലേ സംഭവം. ഇത് പ്രൈസ് കുറയോ അല്ലെങ്കിൽ കൂടുതലാണോ? ഇത് ഒരു 120 റേഞ്ച് വരുന്നത്. ഫ്രഷ് ആണ്, ഫുൾ ഫ്രഷ് സാധനം. 90 റുപ്യ 95 റുപ്യന്റെ സാധനങ്ങളൊക്കെ ഇനി 15 കണ്ടെയ്നറോളം ഇനി ഇറങ്ങാനുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇതിലും വൈറ്റിലൊക്കെ പല റേഞ്ചിലുള്ള സാധനങ്ങളുണ്ട്. റേറ്റ് ബേസ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ. ഫാസ്റ്റ് മൂവിങ് ഐറ്റം മാത്രമേ വെച്ചിട്ടുള്ളൂ അല്ലേ? കുറഞ്ഞ നമ്മൾ കൂടുതൽ ബ്ലാക്ക്, ലെപ്പോത്ര അങ്ങനത്തെ പിന്നെ നമ്മുടെ അടുത്ത് വണ്ടർ കട്ടി എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. അത് ഇപ്പോ സ്റ്റോക്ക് 2-3 ലോട്ടാനുണ്ട്. വേണമെങ്കിൽ 2 ലോട്ട് ഇവിടെ ഉള്ള ഏകദേശം കാണിച്ചു തരാം. ബസ് ഇतना पकड़ के रखेगा तो मुश्किल नहीं. അപ്പോൾ നല്ല കല്ല് കട്നി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പൊളി സാധനം വണ്ടർ കട്നി അല്ലേ? വണ്ടർ കട്നി എന്നാ പറയുന്നത് അല്ലേ? ഓക്കെ. അങ്ങനെ ഇതൊക്കെ പിടിക്കണം. ഉദർ രക്കോ ऐसा രക്കോ. ഇതൊരു യെല്ലോ ടച്ച് അല്ലേ? അവിടെ കണ്ടപ്പോൾ ഒരു ഗ്രീൻ ടച്ച് പോലെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. ഇത് സംഭവം വരുമോ? വരാനുള്ളതാണോ? എല്ലാം പറഞ്ഞു പറ്റിക്കോ? ഇല്ല, ഉറപ്പല്ലേ? ഉറപ്പ്. ഏതായാലും വന്ന് നോക്കിയാലും വിളിച്ചു നോക്കിയാൽ വിളിച്ച് വന്നിക്കണോന്ന് ചോദിച്ചിട്ട് വന്നാൽ മതി. എന്തായാലും സംഭവം സൂപ്പർ ആയിട്ടാണ്. 125 ഇതിന്റെ വില. നിങ്ങൾ വിറ്റല്ലേ? ഈ വിലക്കാണ് ഇനിയും വരാനുള്ളത് അല്ലേ? ഇനി വേറെ വെറൈറ്റീസ് വരാണ്ടില്ലേ? റേറ്റ് കൂടിയതുകൊണ്ട് വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് എന്താണ് നമുക്ക് ഓഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? ഒരു വന്നോട്ടെ നല്ല സാധനങ്ങൾ നമുക്ക് കൊടുക്കാം. നല്ല സാധനങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കും. അതിന്റെ പൊസിഷന് കാര്യങ്ങള് ഓൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കും. അവരിവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് സാധനമാണ് ഇഷ്ടപ്പെട്ടത് അതിന് ഫൈനൽ റേറ്റ് നമ്മൾ കൊടുക്കും. ഇവിടെ കുറവുണ്ടെങ്കിൽ മാത്രം ഇവിടുന്ന് എടുത്തോട്ടെ. പരമാവധി നമുക്ക് അത്രയല്ലേ ചെയ്ത് കൊടുക്കാൻ. അത്ര പരമാവധി നമ്മളെ കൊണ്ടാകുന്ന മാക്സിമം റേറ്റ് നമ്മൾ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ പരിഗണന എന്തായാലും കൊടുക്കണം. പറയിപ്പിക്കരുത്. അത്രയും പരമാവധി നമ്മൾ ചെയ്തെടുക്കും. ഓക്കെ, വന്ന് കാണാൻ പറഞ്ഞാൽ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്നാലും നമുക്ക് ഇവിടെ ചേർക്കാലോ? ഞാനാക്കല്ലേ? അപ്പോൾ എന്നാലും കാണാം. ഓക്കെ.